പുല്ലുമേട് വഴി എത്തിയ 20 ശബരിമല തീർത്ഥാടകർ വഴിയിൽ കുടുങ്ങി. സംഘത്തിലെ 2 പേർക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതാണ് കാരണം. ഫയർഫോഴ്സ്, NDRF, ഫോറസ്റ്റ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ സന്നിധാനത്തെത്തിച്ചത്. സന്നിധാനത്തു നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള പുല്ലുമേട് വഴിയിലെ കാനനപാതയിലാണ് തീർത്ഥാടകർ കുടുങ്ങിയത്. തമിഴ്നാട് വേലൂരിൽ നിന്നുമുള്ള 20 സംഘത്തിലെ 3 തീർത്ഥാടകർക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതായിരുന്നു കാരണം. നടക്കാൻ ബുദ്ധിമുട്ടിലായതോടെ കാട്ടിനുള്ളിൽ വിശ്രമിച്ചു. കാട്ടിൽ കുടുങ്ങിയ സംഘത്തെ ഫയർഫോഴ്സും NDRFും ഫോറസ്റ്റും ചേർന്നാണ് സന്നിധാനത്തെത്തിച്ചത്. നമുക്ക് ഏകദേശം വൈകിട്ട് ഒരു 3 മണി 4 മണിക്കല്ലേ ഏകദേശം ആ ടൈമിലാണ് പാണ്ഡ്യത്താവളത്തേക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കയറുന്ന സമയത്ത് ഇവിടുന്ന് ഏകദേശം 2.5-3 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. 2 പേർക്ക് കാലിന് വയ്യാതെ നടക്കാൻ പറ്റുന്നില്ല എന്ന ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 3 പേർക്ക് ഇതേ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് അതിൽ തന്നെ 2 ആൾ എന്ന് പറയുന്ന വയസ്സാണ്. ഒരാൾക്ക് 70ഓളം വയസ്സുണ്ട്. അവർ 11 മണിക്ക് തുടങ്ങിയ യാത്രയാണ് അവിടുന്ന്. പക്ഷേങ്കിൽ അവർ വയസ്സായ ആൾക്കാരുള്ളതുകൊണ്ട് പതുക്കെ വന്നതുകൊണ്ടാണ് എത്ര ലേറ്റ് ആയെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഈ ട്യൂബ് ലൈറ്റ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 1.5 കിലോമീറ്റർ ഉള്ളിൽ കാടിനുള്ളിലോട്ടാണ് ഇവരുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വെളിച്ചവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പാത എന്ന് പറയുന്നത് ദുർഘടം പിടിച്ച പാതയായതുകൊണ്ട് നമുക്ക് സ്ട്രെച്ചറിൽ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ 4 പേര് ടീമായി നിന്ന് എന്ത് ചെയ്തു, അവരെ കയ്യിലെടുത്തുകൊണ്ടാണ് താഴെ എത്തിച്ചിട്ടുള്ളത്. വള്ളക്കടവ് സത്രത്തിൽ നിന്നും 11 മണിക്കാണ് സംഘം യാത്ര തിരിച്ചത്. പ്രായമായവർ സംഘത്തിലുണ്ടായിരുന്നതിനാൽ വളരെ സാവധാനത്തിലായിരുന്നു യാത്ര. വ്യാഴാഴ്ച 521 പേരാണ് സത്രത്തിലൂടെ സന്നിധാനത്തെത്തിയത്. മുഴുവൻ തീർത്ഥാടകരും സന്നിധാനത്തെത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഫോറസ്റ്റ് സംഘം കാടിറങ്ങിയത്. ജയപ്രകാശിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം.